എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഒരുപാട് നടന്ന വർഷമാണ്. മാർച്ച് 29 ശനിയുടെ രാശിമാറ്റം, മെയ് 14 വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള രാശിമാറ്റം, മെയ് 18 രാഹുവിൻ്റെ മീനൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്കുള്ള സഞ്ചാരം, അതുപോലെ കേതുവിന് കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റം. ഇത്രയും മാറ്റങ്ങൾ വളരെ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം എല്ലാ നക്ഷത്രക്കാർക്കും ഏതാണ്ട് ഒരു സമ്മിശ്രമായ അനുഭവങ്ങളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപൂർവം ചില നക്ഷത്രക്കാർക്ക് മാത്രം രാഹു കേതുക്കളുടെ മാറ്റവും ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റവും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഭൂരിഭാഗം പേർക്കും സമ്മിശ്ര ഫലമാണ്. ഇതിലേതെങ്കിലും ഒന്ന് വിഷമകരമായിട്ടും മറ്റേത് ഗുണകരമായിട്ടും അങ്ങനെ പലർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അതായത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ച മകരക്കൂറുകാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രാഹുകേതുക്കളുടെ മാറ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നതെങ്കിലും ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ രാഹു 3-ാം ഭാവത്തിലായിരുന്നു നേരത്തെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2-ാം ഭാവത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 2-ാം ഭാവം എന്ന് പറയുന്നത് ധനത്തിൻ്റെയും വിദ്യയുടെയും വാക്കിൻ്റെയും ഒക്കെ ഭാവമാണ്. അപ്പോൾ ക്രൂരഗ്രഹമായ അല്ലെങ്കിൽ വിഷഗ്രഹമായ രാഹു ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. അതുകൊണ്ട് പ്രതികൂലമാണ് രാഹുവിൻ്റെ 2-ലെ സ്ഥിതി. കേതുവാണെങ്കിൽ 9-ൽ നിന്ന് അഷ്ടമത്തിലേക്കാണ്, 8-ാം ഭാവമായ ചിങ്ങത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം രാഹു കേതുക്കളുടെ മാറ്റം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽപ്പെടുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേസമയത്ത് ശനിയാണെങ്കിലോ, ശനി 3-ാം ഭാവത്തിലാണ്. മകരം, കുംഭം, മീനൻ രാശി കൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. 3-ൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് ഒരുപാട് ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്. പല രീതിയിലുള്ള ധനലാഭം, ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കുക, അതുപോലെ കാർഷിക ലാഭം, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കിട്ടുക, ബിസിനസ്സിൽ ലാഭം, ഇതൊക്കെയാണ് ശനി 3-ൽ സഞ്ചരിക്കുമ്പോഴുള്ള ഗുണം. അതേസമയത്ത് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഭാവമാണ്. അപ്പം വ്യാഴം മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ വ്യാഴം മറഞ്ഞിരിക്കുന്നു, ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശനി ശക്തനായിട്ട് നിൽക്കുന്നു, വ്യാഴം മങ്ങി നിൽക്കുന്നു. അതാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും തൽക്കാലമുള്ള ഫലം. ആ സാഹചര്യത്തിലാണ് ഈ രാഹു കേതുക്കൾ ദോഷകരമായ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും ദോഷകരമല്ല എങ്കിലും ഏതാണ്ട് ഒരു 80% രാഹു കേതുക്കൾ ദോഷകരമാണ്. ബാക്കി ഈ രാഹുവിനൊക്കെ ചില ഗുണങ്ങളുമുണ്ട്. ചില സമയത്ത് പെട്ടെന്നുള്ള ധനലാഭം തരും. 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ രാഹു സഞ്ചരിക്കുമ്പോഴുമൊക്കെ പെട്ടെന്നുള്ള ചില ധനലാഭങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. ആ തൽക്കാലമുള്ള കാര്യം ചിലപ്പം നടന്നു കിട്ടും. അപ്പോൾ വ്യാഴം 6 നിൽക്കുമ്പോഴുള്ള പ്രധാന കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും കഠിനാധ്വാനം വേണ്ടി വരും. വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വ്യാഴം 6-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. ദൈവാധീനം കുറവായിരിക്കും. ഈ രാഹു 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ വളരെ പരുഷമാകും. രാഹു ക്രൂരഗ്രഹമാണ്. നമ്മുടെ വാക്കുകൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിപ്പോകും. അതുപോലെ തന്നെ കള്ളം പറയേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടാകും. ശരിക്കും സത്യം പറയാനാണ് നമ്മൾ വരുന്നതെങ്കിലും ആ സാഹചര്യത്തിന് നിർബന്ധം കൊണ്ട് നമ്മൾ മാറ്റി പറയേണ്ട അവസ്ഥകൾ ഉണ്ടാകും. ഓഫീസിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് താൽക്കാലികമാണെങ്കിൽ പോലും ഒരു കള്ളം പറയുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ഈ രാഹുവിൻ്റെ ഒരു പരുഷ സംഭാഷണം ഉണ്ടല്ലോ, രാഹുവിൻ്റെ ക്രൂരത കലർന്ന സംഭാഷണം നമ്മളറിയാതെ തന്നെ പല ശത്രുക്കളെയും സൃഷ്ടിക്കും. പിന്നെ നിർദോഷമാണെന്ന് വിചാരിച്ച് നടത്തുന്ന പല കമൻറ്റുകളും അല്ലെങ്കിൽ പല തമാശകളും മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാക്കുന്നതായി തീരാനുള്ള സാധ്യതയും ഉണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ രൂപം നിങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് നോക്കിയാൽ തന്നെ അറിയാം. രാഹു എന്ന് പറയുന്ന നിഴലിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അതൊരു നിഴലാണ്. നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഭൂമിയുടെയും ചന്ദ്രൻ്റെയും പഥങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ബിന്ദുക്കളാണ് രാഹുവും കേതുവും എന്ന് നമ്മൾ അസ്ട്രോണമിക്കലായിട്ട് പറയുന്നു. പക്ഷേ ഈ രാഹുവും കേതുവും എങ്ങനെയാണ് ഒരു എനർജി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പിക്ചറൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിനെ ഒരു ചിത്രരൂപത്തിലാക്കിയാൽ വളരെ ക്രൂരതയും കൗശലവും വിഷ സ്വഭാവമൊക്കെ നിറഞ്ഞ കലഹ സ്വഭാവമൊക്കെ നിറഞ്ഞ ഒരു ഗ്രഹമാണ് ഈ രാഹു എന്ന് പറയുന്നത്. എന്നാൽ വളരെ മാന്യനായിട്ട് പുറമേ ഭാവിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നോക്കിയാലും അറിയാം, രാഹുവിൻ്റെ ആധിപത്യമുള്ള ചില ആളുകളുണ്ട്. രാഹുവിൻ്റെ വലിയ ആധിപത്യം, രാഹു ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇതായിരിക്കും അവരുടെ സ്വഭാവം. പുറമേ നല്ല ചിരിച്ച് മാന്യതയും നല്ല വേഷമൊക്കെ ധരിച്ച് നടക്കുമെങ്കിലും ഉള്ളിൽ വിഷം ചീറ്റുന്ന സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജാതകം പരിശോധിച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രാഹു നമ്മളറിയാതെ തന്നെ നമുക്ക് ശത്രുക്കളെ സൃഷ്ടിക്കും. കുടുംബ ജീവിതത്തിൽ പല വിധത്തിലുള്ള സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാനിടയുള്ള കാലമാണ്. ധനപരമായിട്ട് വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. ധനം കിട്ടുകയില്ല എന്നല്ല, രാഹു ധനത്തെ ബ്ലോക്ക് ചെയ്യുന്നൊരു ഗ്രഹം നമുക്ക് പറയാൻ കഴിയില്ല. ധനം വന്നു കഴിഞ്ഞാൽ അതിനെ ചെലവഴിപ്പിക്കാനായിട്ട് നിർബന്ധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റുകയില്ല. എന്നാൽ പെട്ടെന്ന് ചില അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ധനം ലഭിക്കുകയും ചെയ്യും. പക്ഷേ പെട്ടെന്നുള്ള ചിലവ്, കണക്ക് പോലും ചിലപ്പോൾ സൂക്ഷിക്കാൻ പറ്റുകയില്ല. അതുപോലെ പെട്ടെന്നായിരിക്കും ഓരോരോ ആവശ്യങ്ങൾ വന്ന് അതെടുത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം. നമ്മളിപ്പം ഒരു സർക്കാർ സർവീസിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണെങ്കിലും ധനം കൈകാര്യം ചെയ്യുന്ന ഒരു സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത്, ഈ ഒരു 1.5 വർഷത്തോളം ഈ രാഹുവിൻ്റെ ധനഭാവത്തിലെ ആധിപത്യം ഉള്ളതുകൊണ്ട് ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് വേണം പണം കൈകാര്യം ചെയ്യാൻ. ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന സ്ഥിതികൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ജോലിയെയും മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവർ നമ്മളെ കാണുന്നത് ഒരു സത്യസന്ധനായിട്ടോ അല്ലെങ്കിൽ നല്ലൊരാളായിട്ടോ കാണുന്നു. സാമ്പത്തികമായിട്ട് നമ്മുടെ ഇന്ന് വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷൻ അങ്ങ് മാറും. അവർ നമ്മളെ കാണുന്ന രീതി അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എപ്പോഴും കണക്ക് ബുക്കുകളും വൗച്ചറുകളും ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് തന്നെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് റീകൺസിലിയേഷൻ നടത്തി, അതായത് അക്കൗണ്ടുകളും വൗച്ചറുകളും തമ്മിൽ ഒത്തുനോക്കി ബോധ്യപ്പെടുകയും വേണം. നമുക്ക് അതിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച ആളുകളുടെ സഹായം അതിന് വേണ്ടിയിട്ട് തേടുന്നതിനും കുഴപ്പമില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടും. അതാണ് രാഹുവിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളിൽ, നല്ല രക്തബന്ധങ്ങളിൽ പോലും വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യത ഉണ്ട്. ബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ രാഹു 2-ൽ സഞ്ചരിക്കുന്ന സമയത്ത് കുടുംബപരമായ ബാധ്യതകൾ വരാം. അതുപോലെ തന്നെ കുടുംബക്ഷേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാം. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ വരാം. സ്വത്ത് സംബന്ധിച്ച ബാധ്യതകൾ വരാം. നേരത്തെ ഏതെങ്കിലും പൂർവികരെടുത്ത കടം തിരിച്ച് അടയ്ക്കാൻ പറ്റാത്ത കിടക്കുന്നത് നമ്മളിപ്പോൾ അടയ്ക്കാനായിട്ട് അധികാരികൾ നിർബന്ധിച്ചേക്കാം. അങ്ങനെ പല രീതിയിൽ മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന ധനപരമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം. അപ്പോൾ അതിനൊരു കരുതൽ വേണം. അതിനാണ് രേഖകൾ കൃത്യം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദീർഘകാലമായിട്ട് കിടക്കുന്ന ലോണുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചടവുണ്ടല്ലോ, റീപേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ആ ഡോക്യുമെൻറ്റ്സൊക്കെ കൃത്യമായിട്ട് എടുത്ത് അതിൻ്റെ കോപ്പികളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോണിലെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന ആൾക്കാർ, വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന, അതായത് പ്രഭാഷണം നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ പല പല രോഗങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെടാം. തൊണ്ടയ്ക്ക് അസുഖം, അല്ലെങ്കിൽ നമുക്ക്
സംസാരിക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ അവസരം കിട്ടാതിരിക്കുക, നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ കഴിയാതെ ഇരിക്കുക, അലസത ഉണ്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ രാഹുവിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേതുവിൻ്റെ സ്ഥിതി നോക്കിയാലോ. കേതു 8ാം ഭാവത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അവസാനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അഷ്ടമഭാവമാണ് വളരെ ദോഷകരമായിട്ട് നമ്മൾ കരുതുന്നത്. അഷ്ടമഭാവം, അഷ്ടമ രാശിക്കൂറ്, ലഗ്നത്തിൻ്റെ അഷ്ടമം എന്നൊക്കെ പറയുന്നതെല്ലാം നമുക്കത്ര ശുഭകരമായൊരു ഭാവമല്ല. കാരണം എന്താണ്, അഷ്ടമം കൊണ്ട് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് കാണിക്കുന്നതാണ് ഈ അഷ്ടമഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥകളുണ്ടാകാം. നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊള്ളാം എന്നൊക്കെ ഏറ്റെടുത്തതാകാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ കാണുമല്ലോ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ട സ്ഥിതികൾ ഈ സമയത്ത് കേതുവിൻ്റെ 8ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം. പ്രത്യേകിച്ച് വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്ന്, വീട്ടുപകരണങ്ങൾക്ക് കേട് സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കേട്, അല്ലെങ്കിൽ വാഹനത്തിന് റിപ്പയറുകൾ അടിക്കടി ആവശ്യമായിട്ട് വരിക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കേതു അഷ്ടമത്തിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രോഗങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. പലപ്പോഴും രോഗലക്ഷണങ്ങൾ കഠിനമായിരിക്കും. അപ്പം നമുക്ക് ഒരു വലിയ ഭയവും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നല്ലൊരു പണം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്കിലും എന്ത് രോഗലക്ഷണം കണ്ടാലും ചികിത്സിക്കാൻ മടിക്കരുത്. വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമാക്കണം. കാരണം കേതു അഷ്ടമത്തിലായതുകൊണ്ട്, പാപഗ്രഹമായ കേതു അഷ്ടമത്തിലും രാഹു 2ലും ആയതുകൊണ്ട് നമുക്ക് ആരോഗ്യകാര്യത്തിൽ ഒരു വീഴ്ച വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രോഗലക്ഷണങ്ങളാണെങ്കിലും അവഗണിക്കരുത്, അത് ചികിത്സിക്കണം. ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ധനനഷ്ടത്തിന് ഇടയാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും അനാവശ്യ യാത്രകളൊക്കെ കുറയ്ക്കേണ്ടതാണ്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും മനഃശാന്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. മാനസിക സമ്മർദ്ദം കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥന ഒരു ശീലമാക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ കേതു അഷ്ടമത്തിൽ വരുമ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ അന്ധവിശ്വാസങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നമ്മുടെ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ പരിചയക്കാരാകാം, കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരാകാം. ഞാനിങ്ങനെ പോയപ്പോൾ എനിക്ക് ഫലം കിട്ടി, നിങ്ങൾ അവിടെ പോയി നോക്കണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോ തരം വിശ്വാസങ്ങളിലേക്ക് വലിച്ചിടുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകരുത്. എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നമ്മൾ ഉപയോഗിച്ച് ശരിയെന്ന് തെളിഞ്ഞ കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. എപ്പോഴും ഈശ്വര ശക്തിയിൽ മാത്രം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഈ സമയത്ത് മിസ്റ്റിക് ശക്തികളിൽ ഉള്ള വിശ്വാസം ഉണ്ടാകും. ഈ പ്രത്യേകിച്ചും പലതരം കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ടല്ലോ, പലതരം വിശ്വാസങ്ങളും പലതരത്തിലുള്ള ആഹ്വാനങ്ങളും നമ്മളിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ചില മിസ്റ്റിക് പവറുകളുണ്ടെന്ന് പറയുന്ന ആളുകളുടെ അടുത്തേക്ക്, മനുഷ്യ ദൈവങ്ങളുടെ അടുത്തേക്കൊക്കെ പോകാനുള്ള ഒരു പ്രേരണ നമ്മളിൽ ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഈശ്വരനിൽ മനസ്സർപ്പിച്ച് വേണം മുന്നോട്ട് പോകാൻ. ബന്ധങ്ങളിൽ പിരിമുറുക്കം ഉണ്ടാകും. അപ്പോൾ ഈ മിസ്റ്റിക് ശക്തി വരുമ്പം ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ മിസ്റ്റിക് ശക്തികളിൽ വിശ്വസിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ടാകും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ അങ്ങ് നടക്കും. ഈ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അവരോർക്കും എന്താണെന്നറിയോ, എന്തോ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നങ്ങ് വിശ്വസിച്ചു പോകും. പക്ഷേ കേതുവിൻ്റെ എഫക്റ്റ് കൊണ്ടാണത് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ രാഹു, കേതു എന്നൊക്കെ പറയുന്നത് ഗ്രഹങ്ങളെല്ലാം നിഴലുകളാണെങ്കിലും അവയ്ക്ക് ഒരു പവറുണ്ട്. അവർക്ക് ഒരു എനർജി ഉണ്ട് ജീവജാലങ്ങളിൽ. മനുഷ്യനിൽ മാത്രമല്ല, ഉറുമ്പിലാണെങ്കിലും അമീബയിലാണെങ്കിലും ഒക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ചെടികളിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പം നമ്മളിലുണ്ടാകുന്ന എഫക്റ്റുകളിൽ ഒന്നാണ് ബുദ്ധിയുള്ള ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് പ്രവചന ശക്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഒക്കെ നമ്മൾ ഓർക്കും എന്തോ മിസ്റ്റിക് സംഭവം ഉണ്ട് എന്ന്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വെറുതെ സമയം കളയരുത്. മാന്യമായ പെരുമാറ്റം എല്ലാവരുടെ മുമ്പിലും പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
നല്ല കഠിനാധ്വാനം ചെയ്യേണ്ട കാലമാണ് വ്യാഴം മറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും രാഹു കേതുക്കൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും. എന്നാൽ ശനി വളരെ അനുകൂലമാണ്. ശനി നൽകുന്ന ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയും പരിശ്രമവും ഒരുപോലെ ഉണ്ടാകണം. ഇനി നമുക്ക് വഴിപാടുകളിലേക്ക് നോക്കുമ്പം രാഹു ധനഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യണം. സർപ്പങ്ങൾക്ക് നാണയം സമർപ്പിച്ച് കാണിക്ക ആയിട്ട് നാണയങ്ങൾ സമർപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ആയില്യപൂജയോ രാഹുവിന് അർച്ചനയും ചെയ്യുന്നത് നല്ലതാണ്. ആയില്യപൂജ ചെയ്യാനായിട്ട് നമ്മുടെ ധനപരമായിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ആയില്യപൂജ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു അർച്ചന കൊടുക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് ഒരു അർച്ചന സമർപ്പിക്കുക. പിന്നെ രാഹുകാല പൂജയിലൊക്കെ പങ്കെടുക്കാൻ അവസരങ്ങളുള്ളവർ അതനുസരിച്ച് ചെയ്യുക. കേതു അഷ്ടമഭാവത്തിലായതുകൊണ്ട് ശിവന് ധാര വഴിപാട് നൽകണം. ശിവന് ധാര നൽകിയാൽ നമുക്ക് മനപ്രയാസങ്ങൾ, മനസ്സിൻ്റെ ടെൻഷൻ, സമ്മർദ്ദമൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ ഗണപതിക്ക് നെയ്വിളക്ക് തെളിക്കുക. അതോടൊപ്പം തന്നെ സംവാദ സൂക്ത അർച്ചന, സംവാദ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അപ്പോഴീ സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ, മറ്റു ആൾക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. അതുപോലെ തന്നെ കുടുംബ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യണം. ഗണപതിക്ക് വഴിപാട് ചെയ്യുമ്പോൾ 8 ചതുർത്ഥി ദിനങ്ങളിലായിട്ട് ഈ അർച്ചന നടത്തുകയാണെങ്കിൽ വളരെ ഗുണകരമാണ്. ഈ പറഞ്ഞ ഈ മിസ്റ്റിസിസത്തിൻ്റെ ഒന്നും പുറകെ പോകാതെ, അത്ഭുത ശക്തികളുടെ ഒന്നും പുറകെ പോകാതെ നമുക്ക് നമ്മുടെ ദോഷം ഒഴിവായി സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് കേതുവിൻ്റെ വഴിപാടുകൾ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ശനിദേവൻ്റെ അനുകൂല ഭാവം കിട്ടാൻ വേണ്ടിയിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് നീലപ്പട്ട് സമർപ്പിക്കണം. അതുപോലെ തന്നെ ഒരു ഹാരം, ഒരു മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താലും മതി. അല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടുകളുണ്ട്. അത് എല്ലാ നവഗ്രഹ ക്ഷേത്രങ്ങളിലും ഇല്ല. ഇത് എല്ലായിടത്തും ഉണ്ട്. നീലപ്പട്ട് സമർപ്പിക്കുക, അതുപോലെ തന്നെ എള്ളുതിരി തെളിയിക്കുക. ഇത് എല്ലായിടത്തും ഉണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ചിലവ് കുറഞ്ഞ വഴിപാടാണ്. അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ദീപം തെളിക്കുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ആവശ്യമാണ്. കാരണം വ്യാഴം ഇവിടെ മറഞ്ഞു നിൽക്കുകയാണ് 6ാം ഭാവത്തിൽ. താൽക്കാലികമാണെങ്കിൽ പോലും വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ധനപരമായിട്ട് ബ്ലോക്ക് വന്നുപെടാൻ അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രാഹു പെട്ടെന്ന് കുറച്ച് പൈസ കൊണ്ട് തന്നാലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകും. വ്യാഴം അങ്ങനെയല്ല. വ്യാഴം മറയാതെ നിൽക്കുകയാണെങ്കിൽ, തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്കാണ് നമ്മളിലേക്ക് ധനം എത്തിക്കുന്നത്. അതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാന് താമര മുട്ടും താമരമാലയോ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ച് ഒരു നെയ്വിളക്കം തെളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ പക്കപ്പിറന്നാൾ ദിവസം പാൽപ്പായസം നേദിക്കുന്നതും വളരെ ഉത്തമമാണ്. അത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ കണക്കാക്കി ചെയ്യുക. എന്താണെങ്കിലും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലൊരു ദർശനം നടത്തുക എന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ദർശനം നടത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ധനപരമായ ഭാവങ്ങൾ പുഷ്ടിപ്പെടാൻ അത് സഹായകരമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ താൽക്കാലിക ഫലം. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും അയൽക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിലുണ്ടാകട്ടെ. താൽക്കാലികമായ ദോഷഫലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.